480 പരം മുറിവുകളാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ആ ശരീരത്തിൽ വഹിച്ചത്. അവന്റെ പുറത്ത് മാത്രം 153 ആഴത്തിലുള്ള മുറിവുകളാണ് അവന്റെ പുറത്ത് മാത്രം ഉണ്ടായിരുന്നത്. അവനെ അടിച്ച ചാട്ടവാറുകളുടെ അഗ്രത്ത് ലോഹക്കഷണങ്ങൾ പ്രതിസന്ധികൾ കൊണ്ടുവന്നാലും അകമേ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും സധൈര്യം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനിടയായി തീരും. ഇതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒത്തിരി പേർ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരുടെ നടുവിലുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സന്തോഷം അനുഭവിക്കണം. ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെടണം. ഒരു വ്യക്തിയെങ്കിലും ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണുവാനുള്ള മുഖാന്തരമാക്കി തീർക്കേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് ഈ പ്രതിസന്ധികളുടെ നടുവിലും സവിസ്തരമായ നിലകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുവാൻ ഇടയായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ വാത്സല്യ ഭവനം ബ്രദർ ഷാജി ജോണിന്റെ ഭവനം ഞാൻ വളരെ അഭിമാനിക്കുന്നു. വളരെ സന്തോഷത്തോടെ പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. മാന്നില ദൈവസഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് വാത്സല്യ ഭവനം. പ്രതികാൽ പ്രിയ ഷാജി സഹോദരന്റെ സഹധർമ്മിണി അമ്പിളി താന് ചില ആഴ്ചകൾക്ക് മുൻപ് 7 ദിനരാത്രങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി. ചില ആഴ്ചകൾക്ക് മുൻപ് ആ പ്രാർത്ഥനയിൽ ഇവിടെ കടന്നു വന്ന് സംബന്ധിക്കുവാനും പ്രിയമുള്ളവരുടെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കുവാനും കർത്താവ് അവസരം തന്നു. എന്നോടൊപ്പം ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാരിൽ പലരും ആ ദിനരാത്രങ്ങൾ ഇവിടെ കടന്നു വന്ന് പ്രിയമുള്ള കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന വാത്സല്യ ഭവനത്തിന് വലിയൊരു അനുഗ്രഹമായി തീർന്നു. ആ അനുഗ്രഹത്തിന്റെ ആമേൻ സാഹചര്യത്തിൽ പ്രിയദാസി ദൈവത്തോട് തീരുമാനമെടുത്ത ഒരു സുവിശേഷ യോഗമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നടത്തപ്പെടുന്നത്. അല്ല, നിങ്ങളുടെ സഭ മാറ്റുവാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകമല്ല, നിങ്ങളുടെ പേര് മാറ്റുവാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകമല്ല, മറിച്ച് ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രഘോഷിക്കുന്ന സുവിശേഷം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് മാറ്റണം, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റണം, നിങ്ങളുടെ അനുഭവങ്ങളെ ഒന്ന് മാറ്റണം. നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തിന് തൊടുവാൻ കഴിയും. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലാണോ അവൻ നിങ്ങൾ ഭാരപ്പെടുന്നത്, നിങ്ങൾ സഭ മാറണ്ട, നിങ്ങൾ പേര് മാറണ്ട, നിങ്ങൾ മതം മാറണ്ട, മനസ്സ് മാറുവാൻ ഒരുക്കമാണോ മനസ്സ് സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതം തകർന്നു മാറട്ടെ, പ്രതിസന്ധികൾ ഇന്ന് രാത്രികാലം ഉടഞ്ഞു മാറട്ടെ. ആമേൻ. ഈ ശുശ്രൂഷകൾക്ക് നേരെ ആമേൻ ഹല്ലേലൂയ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങൾ ആമേൻ സ്തോത്രം ഇന്ന് രാത്രികാലം എല്ലാ പ്രതിസന്ധികളും തകരപ്പെടുവാൻ, എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് രാത്രികാലം തകരപ്പെടുവാൻ ആമേൻ കാലാവസ്ഥകളെ അനുകൂലമാക്കുവാൻ കഴിവുള്ളവനാണ് നാം ആരാധിക്കുന്ന ദൈവം. ആമേൻ. അവന്റെ ഒരു വാക്കിനാൽ സകലതും ഉളവായിട്ടുണ്ടെങ്കിൽ, അവന്റെ ഒരു വാക്കിനാൽ സകലതും ഉളവായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ കാറ്റേ ശാന്തമാകുക, കടലെ അടങ്ങുക എന്ന് പറഞ്ഞ് അരുമനാഥനാകുന്ന കർത്താവിന്റെ മഹനീയ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുമ്പോ ഈ ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കുന്ന പോരാട്ടങ്ങളും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും ഇന്ന് രാത്രികാലം നമുക്ക് അനുകൂലമായ നിലകളിൽ വെളിപ്പെടുക. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാമേ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. അല്പനിമിഷങ്ങൾ ദൈവജനം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിട്ടിരിക്കാതെ, ആരും അലക്ഷ്യമായിട്ടിരിക്കാതെ ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്ന് ആമേൻ ഒരു ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുവാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ച യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. കർത്താവേ, അങ്ങ് സകലത്തിന്റെ ഉടയവനായ ദൈവമാണ്. അവൻ സകലത്തെയും ഒരു വാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉളവായ ചരിത്രമാണ് ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങൾ പുതുക്കുന്നത് അങ്ങയുടെ തിരുവചനത്തിൽ കൂടെയാണ്. അങ്ങ് ഒരു വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയെങ്കിൽ ആമേൻ ഹല്ലേലൂയ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് അങ്ങ് അവൻ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ സകലതും ശാന്തമായ ചരിത്ര
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, മഴയുടെ പോരാട്ടങ്ങൾ, മറ്റു പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ശാന്തമാകട്ടെ.